ബ്രസീൽ എന്നത് വളരെ മനോഹരമായ ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ ബ്രസീലിന്റെ ചരിത്രം വളരെ സമ്പന്നവും സമ്പൂർണമായും സങ്കീർണവുമാണ്. ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീൽ 1500-ൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ കീഴിൽ കടന്നുകൂടിയത് മുതൽ ഇന്നലെ വരെ നിരവധി സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. ബ്രസീലിന്റെ ചരിത്രത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ ചുരുക്കി നമുക്കൊന്ന് വിശദീകരിക്കാം. പ്രാഥമിക ഘട്ടം, അതായത് പൂർവ്വ കോളനികളുടെ ചരിത്രം. പൂർവ്വകാലത്തിന്റെ ആശയങ്ങൾ. ബ്രസീലിന്റെ മണ്ണിൽ നിന്നുള്ള ആദിവാസി ജനതകൾ ചനോക്കോ, ഗുരാനി, ടോപ്പി, ഇൻഡിയോസ് തുടങ്ങിയവയുടെ സംസ്കാരം കാലാവസ്ഥയും പ്രകൃതിയുമായി ബന്ധപ്പെടുന്നുണ്ട്. പോർച്ചുഗീസിന്റെ വരവ് 1500-ൽ പോർച്ചുഗീസുകാരായ പാട്രോ പെർക്വാസ് ക്വാബൽ എന്ന വ്യക്തി ബ്രസീലിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് പോർച്ചുഗീസുകാരും ഫ്രഞ്ചും സ്പാനിഷുകാരും ഈ സ്ഥലങ്ങൾക്ക് വരാൻ ആരംഭിച്ചു. കൊളോണിയൽ കാലം. പോർച്ചുഗീസ് ആളുകളാണ് അവിടെ പ്രധാനമായും ഭരിച്ചുകൊണ്ടിരുന്നത്. 1500-1822 കാലഘട്ടത്തിലാണ് അവർ അവിടെ ഭരിച്ചത്. 1500-ൽ ബ്രസീൽ പോർച്ചുഗീസ് കല്ലിട്ട കോളനിയായി മാറി. പെട്ടെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട വനവൃക്ഷങ്ങൾക്കായി അവർ വ്യാപാരം ആരംഭിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ സമ്പദ് വ്യവസ്ഥ വികസനമാക്കുകയും ചെയ്തു. കടൽപ്പഴങ്ങൾ, ചായം തുടങ്ങിയവയാണ് അവർ മെയിനായിട്ടും ലക്ഷ്യം വെച്ചത്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം ശേഖക്കാർ ചരക്കുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. അതുവഴി അവർ വീണ്ടും രാജ്യത്തെ അടിച്ചമർത്താനും തുടങ്ങി. സ്വാതന്ത്ര്യവും യുദ്ധവും ഒരു റിപ്പബ്ലിക്കിന്റെ രൂപീകരണവും 1822-ലാണ് നടന്നത്. 1808-ൽ ബ്രസീലിലേക്ക് പോർച്ചുഗീസ് രാജാവായ ജോയോ എന്ന വ്യക്തി വരികയും അതിനുശേഷം അവിടെ വലിയ യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം 1822-ലാണ് ബ്രസീൽ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതിനുശേഷം ഇപ്പോൾ അവിടെ ജനാധിപത്യ ഭരണമാണ് നിലനിൽക്കുന്നത്.